ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ആൻഡ് വെജിറ്റബിൾ സ്റ്റർ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ സ്റ്റർ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിസ്റ്റർ സോസും അതുപോലെ തന്നെ ഡാർക്ക് സോയ സോസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഹെൽത്തി ആവുന്നതിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലോട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 to 6 minutes ആണ്. അപ്പോഴേക്കും ചിക്കൻ്റെ ചെറുതായിട്ട് സ്റ്റോക്ക് വന്നു തുടങ്ങും. ആ ഒരു പാകം വരുമ്പോഴേക്കും നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ പീസസ് മീഡിയം പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം വെജിറ്റബിൾസിൻ്റെ കൂടെ കിടക്കുമ്പോൾ ചിക്കൻ്റെ പീസ് ചെറുതാവാതിരിക്കാൻ വേണ്ടി മീഡിയം സ്മോളിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ. കാരണം വെജിറ്റബിൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾ വലുത് ചിക്കൻ ചെറുതായിട്ടിരിക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചിക്കനിൽ നിന്നും പതുക്കിന് സ്റ്റോക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് കുറച്ച് ഒരു 1 to 2 minutes ഒന്നും കൂടെ ഇട്ടിട്ട് നമ്മൾക്ക് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം ഞാനതിൻ്റെ ചിക്കൻ പീസസ് മാത്രമാണ് ആ പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. അതിനുശേഷം ഞാൻ ഈ പ്ലേറ്റിൽ തന്നെയാണ്, ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കറി ബാക്കി ചെയ്യുന്നത്. അപ്പം ഞാൻ പീസസ് എല്ലാം ആ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കണം. അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചപ്പ് മണം പോണത് വരെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇതൊന്ന് കുക്കായി വരുന്നുണ്ട്, അതിൻ്റെ ആ പച്ചപ്പും മണമൊന്ന് പോയി വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രോക്കലി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ ബെൽ പെപ്പർ, പിന്നെ ക്യാപ്സിക്കം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അതും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് അതൊരു 5 to 6 minutes നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ മീഡിയം ഹീറ്റിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പും കുരുമുളകും ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കതിന് സോസ് ഉണ്ടാക്കാം. അപ്പോൾ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു ബൗളിൽ കുറച്ച് വെള്ളവും അതിലോട്ട് ഞാൻ ഓയിസ്റ്റർ സോസും അതുപോലെ തന്നെ ഡാർക്ക് സോയ സോസും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സോസ് റെഡിയാക്കാം ആയിട്ടുണ്ടാകും.
അപ്പം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ വെജിറ്റബിൾ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് നമ്മുടെ ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചിക്കൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലോട്ട് നമ്മളുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഒഴിച്ചത് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് ഇളക്കി എല്ലായിടത്തും നല്ലോണം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എടുക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോസ് നല്ലോണം തിക്കായിട്ട് അതിൻ്റെ അടിയിൽ നല്ല കളർ എല്ലാം ഇതിൽ പിടിച്ച് ആ ഒരു ഇത് വരുന്ന സമയത്താണ് നമ്മളത് കറി റെഡി ആയിട്ടുണ്ടാവുക. പിന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ അരിഞ്ഞിടാം. അപ്പം ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിലോട്ട് അരിഞ്ഞ് ചേർക്കുന്നതാണ്. അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.